നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ഡിസംബർ 31 മുൻപായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് LSTD സെക്രട്ടറി അഥവാ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്നത്. ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനായിട്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയില്ല, ഓക്കെ, ഒരു എക്സ്പെക്റ്റഡ് ഒരു കട്ട് ഓഫിൻ്റെ അടുത്തൊന്നും നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. കാരണം ഇതിൻ്റെ പ്രത്യേകത, ഈ ഒരു പോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രത്യേകത ഇതൊരു ഗസറ്റഡ് റാങ്ക് പോസ്റ്റാണ്. ഒരു ഗസറ്റഡ് റാങ്ക് പോസ്റ്റാണ്. അതായത് നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ ഒരു ഗസറ്റഡ് റാങ്കിലേക്കായിരിക്കും. രണ്ടാമത്തത് അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ്. 50,000+ സാലറി കിട്ടുന്ന മറ്റ് അലവൻസുകളുള്ളൊരു പോസ്റ്റാണ് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുക. ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സാലറിയിൽ നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇതിനിയും നിങ്ങൾ ഓൾറെഡി ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതി, പക്ഷെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷെ അവിടെ നിങ്ങൾക്ക് ഒരു ബേസ് ഉണ്ടായിട്ടുണ്ടാവണം അല്ലേ? എന്തൊക്കെയാണ് സബ്ജക്റ്റ്, എന്തൊക്കെയാണ് സിലബസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. അപ്പം നിങ്ങൾക്ക് ഇനി വരുന്ന പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ തൊട്ടേ ഒരു എഫോർട്ട് ഇടാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 പ്രധാനപ്പെട്ട ഫോക്കസ് പോയിന്റുകളുണ്ട്. 3 പ്രധാനപ്പെട്ട ഫോക്കസ് പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ഇപ്പോൾ തന്നെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കേണ്ട 3 പ്രധാനപ്പെട്ട ഫോക്കസ് പോയിന്റുകൾ. ഒന്നാമത്തത്, ടൈം യു ഹാവ്. എത്ര സമയം നിങ്ങളുടെ കയ്യിൽ പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റും. ഞാനിവിടെ നിങ്ങളോട് പറയുന്നത് ഇന്ന് പഠിച്ചു തുടങ്ങിയിട്ട് വീണ്ടും ഒരാഴ്ച ഗ്യാപ്പ് എടുത്ത് പഠിക്കുന്നതിനെ പറ്റിയിട്ടല്ല. ഇന്ന് പഠിച്ചു തുടങ്ങി വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പഠിക്കുന്നതിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയെ കുറിച്ചിട്ടാണ്. ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് സമയം പറഞ്ഞുതരാം. സമയം നോക്കിയ മക്കളെ, ഇതിപ്പോൾ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് മാസമാണ് അല്ലേ? ഓഗസ്റ്റ് മാസമാണ്. ഈ ഓഗസ്റ്റ് മാസം തൊട്ട് നോക്കുകയാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ഇനി ഓഗസ്റ്റ് മാസം ഒരു 10 ദിവസമുണ്ട്, സെപ്റ്റംബർ മാസം ഒരു 30 ദിവസമുണ്ട്, സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബർ മാസം നമ്മുടെ കയ്യിലുണ്ട്, ദെൻ നവംബർ ഉണ്ട്, ഡിസംബർ ഉണ്ട്. നോക്കിയേ, നോട്ടിഫിക്കേഷന് തന്നെ ഏതാണ്ട് 4 മാസത്തെ സമയം നമ്മുടെ കയ്യിലുണ്ട്. നോട്ടിഫിക്കേഷന് തന്നെ 4 മാസത്തെ സമയം നമ്മുടെ മുൻപിലുണ്ട്. ദെൻ അതിനുശേഷം പ്രിലിംസ് പരീക്ഷ നടത്താൻ വീണ്ടും ഒരു 5 മാസം കൂടെ കിട്ടും. അതായത് ഏകദേശം നമ്മുടെ കയ്യിൽ ഒരു 9 മാസത്തെ സമയമുണ്ട്. കൃത്യമായി നിങ്ങൾ പഠിച്ചു പോവുകയാണ് എങ്കിൽ, കൺസിസ്റ്റൻ്റ് ആയി പഠിച്ചു പോവുകയാണ് എങ്കിൽ മക്കളെ തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരു ദിവസം 4 മണിക്കൂറാണ്. ഒരു ദിവസം 4 മണിക്കൂർ 4 മണിക്കൂർ സമയം നിങ്ങൾ എടുക്കുക. ഇതെല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു 4 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റണം. ചിലർക്ക് അതിൽ കൂടുതൽ പറ്റും, ചിലർക്ക് അതിൽ കുറച്ചേ പറ്റുള്ളൂ. അത് നിങ്ങളുടെ സമയം എത്രയാണ് മാറ്റിവെക്കാൻ പറ്റുന്നത് എന്നുള്ളത് ആദ്യം നിങ്ങൾ കണ്ടെത്തുക. അതിനുശേഷം പ്രയോറിറ്റി ടോപ്പിക്കുകൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ ഡിഗ്രി പ്രിലിംസ് പഠിച്ചവരായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ 10th ലെവൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം, പല പരീക്ഷകൾക്കും വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണ് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണ്? നിങ്ങൾ നന്നായി ചലഞ്ച് ചെയ്യാൻ കഴിയുന്ന, നിങ്ങൾക്ക് അത്യാവശ്യം നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന പോർഷൻ കണ്ടുപിടിക്കുക. ഡിഗ്രി പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം MEM എന്ന് പറയുന്ന ഒരു ഭാഗം 50 മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പ്രിലിംസിന് 50 മാർക്കാണ് MEM കോൺട്രിബ്യൂട്ട് ചെയ്യുക. ചിലർക്ക് മാത്സ് നല്ല എളുപ്പമായിരിക്കും, അപ്പോൾ അവരുടെ സ്ട്രോങ് ഏരിയ ആണ് മാത്സ്. അവിടെ നിങ്ങൾക്ക് 20 മാർക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്നുണ്ട്. ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും സ്ട്രോങ്, അവിടെയും നിങ്ങൾക്ക് 20 മാർക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ട്. ചിലർക്ക് മലയാളമാണെങ്കിൽ അവിടെ 10 മാർക്കുണ്ട്. ചിലർക്ക് ഇത് രണ്ടും കൂടെ എളുപ്പമായിരിക്കും, ചിലർക്ക് ഇത് രണ്ടും എളുപ്പമായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും സ്ട്രോങ് ഏരിയ ഉണ്ട്. ഇപ്പോൾ GK വന്നാൽ കോൺസ്റ്റിറ്റ്യൂഷന് 5 മാർക്കാണ്, എക്കണോമിക്സ് 5 മാർക്കാണ്, ഹിസ്റ്ററിയിൽ നിന്നാണെങ്കിൽ 10 മാർക്കാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണോ ആ സ്ട്രോങ് ഏരിയ കണ്ടെത്തുക, പ്രയോറിറ്റി ഏരിയ കണ്ടെത്തുക. അതേപോലെ തന്നെ നിങ്ങൾ കൃത്യമായി PYQനെ അനലൈസ് ചെയ്തതിന് ശേഷം ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ മാർക്ക് കോൺട്രിബ്യൂഷന് വേണ്ടി ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് എന്ന് കണ്ടെത്തുക. ഏത് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് തന്നിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ടോപ്പിക് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒരു 50ഓളം GK ടോപ്പിക്കുകളുണ്ട്. നമ്മൾ സൂപ്പർ നോട്ട്സ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ അത് കിടപ്പുണ്ട്. നിങ്ങൾ ടെലഗ്രാമിൽ കയറി നോക്കിയാൽ അത് മനസ്സിലാവും. 50ഓളം GK ടോപ്പിക്കുകളുണ്ട്. അവിടുന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരാറുമുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ പ്രയോറിറ്റി ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. മൂന്നാമത്തത് സിലബസ് ആണ്. നിങ്ങൾ പഠിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷയാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷയുടെ പ്രിലിംസും മെയിൻസിന് 2 പേപ്പറുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കുക, അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 3 സിലബസും നിങ്ങളുടെ കയ്യിൽ, പ്രിലിംസിൻ്റെ മെയിൻസിൻ്റെ 2 പേപ്പറുണ്ട്, ടോട്ടൽ 3 സിലബസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ആ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കണം നിങ്ങൾ നടത്തേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ടൈം എത്രയുണ്ട് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം, പ്രയോറിറ്റി നിങ്ങൾ സെറ്റ് ചെയ്യാം, സിലബസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് 3 ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിളിലേക്ക് പോവുക, ഒരു സ്റ്റഡി പ്ലാനിലേക്ക് പോവുക.
ആ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി എൻഷുർ ചെയ്യണം. നിങ്ങളൊരു ടെക്നിക്ക് യൂസ് ചെയ്യണം, പോമോഡറോ ടെക്നിക്ക്. ഇതൊരു ജാപ്പനീസ് ടെക്നിക്കാണ്. ഓക്കെ, ഒരു ജാപ്പനീസ് ടെക്നിക്കാണ്. ഈ ടെക്നിക്കിൻ്റെ പ്രത്യേകത, ജപ്പാൻകാർ എപ്പോഴും ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവായിട്ട് ഭയങ്കര സ്പീഡി കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. നന്നായി കൂർമ്മ ബുദ്ധിയോടുകൂടി ചിന്തിക്കാൻ കഴിവുള്ളവരാണ്, വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്. മക്കളെ, നിങ്ങൾക്കും ഈ ഒരു PSC പ്രിപ്പറേഷൻ മടുപ്പ് തോന്നാതിരിക്കാൻ, ഓക്കെ, മടുപ്പ് എന്ന് പറയുന്നൊരു സംഗതിയെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യയാണ് പോമോഡറോ ടെക്നിക്ക് എന്ന് പറയുക. ഇവിടെ എന്താണ് പോമോഡറോ ടെക്നിക്ക്? മക്കളെ, ഒരു സൈക്കിൾ എന്ന് പറയുന്നത് 4 കാര്യങ്ങൾ ചേരുന്നതാണ്. ആദ്യം നിങ്ങൾ പഠിക്കുക. നോർമലി നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതേപോലെ തന്നെ പഠിക്കുക. ഒരു 25 മിനിറ്റ് പഠിക്കാം. നിങ്ങൾ 2 മണിക്കൂറിൻ്റെ ഒരു സൈക്കിളാണ് സെറ്റ് ചെയ്യുന്നത് എങ്കിൽ ആ 2 മണിക്കൂറിൽ ആദ്യത്തെ 25 മിനിറ്റ് നിങ്ങൾ പഠിക്കാം. ഈ പഠനം എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ പ്യുവർലി പ്രിപ്പറേഷന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന സമയമാണ്. വേറെ ഒരു കാര്യവും ഇല്ലാതെ പ്യുവർലി പ്രിപ്പറേഷൻ. ദെൻ ഒരു 5 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. വീണ്ടും അടുത്ത 25 മിനിറ്റ് പഠിക്കാം. ദെൻ അടുത്ത 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. വീണ്ടും അടുത്ത 25 മിനിറ്റ് പഠിക്കുക, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ. ദെൻ അടുത്ത 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, വീണ്ടും 25 മിനിറ്റ് പഠിക്കാം. ഇങ്ങനെ 4 സൈക്കിളുകൾ പൂർത്തിയാക്കിയതിന് ശേഷം ഒരു ലോങ് ബ്രേക്ക്, ഒരു 20 മിനിറ്റിൻ്റെ ലോങ് ബ്രേക്ക് എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ കഴിയുന്ന എന്താണ്? നിങ്ങൾ പഠിക്കുന്നുമുണ്ട്, റെസ്റ്റ് എടുക്കുന്നുമുണ്ട്. നിങ്ങളുടെ ബ്രെയിൻ ടയേർഡ് ആവാതെ, ഒരു മെൻ്റൽ ടയേർഡ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാതെ വളരെ നന്നായി നിങ്ങൾക്ക് മുന്നോട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റും. അപ്പം നിങ്ങളുടെ ടൈം ടേബിളിൽ, നിങ്ങളുടെ സിലബസിൽ, നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ് ഇത്, പോമോഡറോ ടെക്നിക്ക് എന്ന് പറയുക. നിങ്ങളുടെ ഫോക്കസ് ഏരിയ എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ പ്രിലിംസിൻ്റെ സിലബസ്. പ്രിലിംസിൻ്റെ സിലബസ് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ 10 മാർക്ക് ഹിസ്റ്ററിയാണ്. അപ്പം നിങ്ങൾക്കിവിടെ കേരള ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതിൻ്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം. ജോഗ്രഫി 5 മാർക്കാണ്, എക്കണോമിക്സ് 5 മാർക്കാണ്, ദെൻ സിവിക്സ് 5 മാർക്കാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കാണ്, ദെൻ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ 10 മാർക്കാണ്. ഇവിടെ നിങ്ങൾ കറണ്ട് അഫെയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ അത്രയും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. 5 മാർക്ക് വരുന്നത് IT ആണ്, 5 മാർക്ക് വരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്, 20 മാർക്ക് മാത്സ്, 20 ഇംഗ്ലീഷ്, 10 മലയാളം. ഈ രീതിയിലാണ് നമ്മുടെ സിലബസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിലബസിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക. ഞാൻ ഒരു മാതൃക കാണിച്ചു തരാം, ജസ്റ്റ് ഒരു മാതൃക കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നമ്മുടെ ബാച്ചിൽ മിഷൻ 2026 ലോങ് ടൈം ബാച്ച്, നമ്മുടെ ബാച്ചിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സ്റ്റഡി പ്ലാനാണ്. ഇവിടെ ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്നത്, നമ്മളൊരു ഓറിയന്റേഷൻ കൊടുക്കും. അപ്പം നിങ്ങളെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നെക്സ്റ്റ് വീക്കിലാണ് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീക്കിൽ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ബാച്ചിനകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ആദ്യം ഒരു ഓറിയന്റേഷൻ കാണും. അതിനുശേഷം ആദ്യത്തെ ക്ലാസ് നമ്മൾ കൊടുത്തത് ജോഗ്രഫിയാണ്. ഇവിടെ ജോഗ്രഫി എന്ന് പറയുന്നത് അമൽ സാറിൻ്റെ ബേസിക്സ് ഓഫ് ഇന്ത്യയുടെ പാർട്ട് 1ഉം 2ഉം പാർട്ട് 3ഉം ഇത് നമ്മൾ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ കവർ ചെയ്യും. ദെൻ അതിനുശേഷം നമ്മൾ മാത്സ് സ്റ്റാർട്ട് ചെയ്യണം. മാത്സിൻ്റെ നമ്പർ സിസ്റ്റം പാർട്ട് 1, 2, 3. ഇവിടെ നമ്മൾ എൻഷുർ ചെയ്യുന്ന ഒരു കാര്യം എന്താ, GKക്കും പ്രയോറിറ്റി ഉണ്ടാവണം, MEMനും പ്രയോറിറ്റി ഉണ്ടാവണം. ഓക്കെ, MEMനും പ്രയോറിറ്റി ഉണ്ടാവണം. ഇത് രണ്ടിനും കൃത്യമായ പ്രയോറിറ്റി കിട്ടണം. GKക്കും പ്രയോറിറ്റി ഉണ്ടാവണം, MEMനും പ്രയോറിറ്റി ഉണ്ടാവണം. ഈ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴും ഓർക്കുക, 50 മാർക്കിൻ്റെ കോൺട്രിബ്യൂഷൻ വരുന്ന MEM ആണ്, 50 മാർക്കാണ് GK. ആ രീതിയിൽ നിങ്ങൾ പ്രയോറിറ്റി സെറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഇവിടെയൊക്കെ നോക്കിയാൽ മനസ്സിലാവും കണ്ടോ. ഇവിടെ എക്കണോമിക്സ്, മാത്സ്, ഇംഗ്ലീഷ്, കേരള ഹിസ്റ്ററി, ദെൻ കേരള ഹിസ്റ്ററി, എക്കണോമിക്സ് വന്നു, ദെൻ ഇംഗ്ലീഷ്, മലയാളം, കേരള ഹിസ്റ്ററി. അവിടെ കൃത്യമായിട്ട് പ്രപ്പോർഷൻ ഉണ്ട്. ഈ രീതിയിൽ നിങ്ങളൊരു സ്ലോട്ട് ഫിക്സ് ചെയ്യുക. ഒരു ലോങ് ടേം സ്ലോട്ടും അതേപോലെ തന്നെ ഒരു ഷോർട്ട് ടൈം സ്ലോട്ടും നിങ്ങൾ ഫിക്സ് ചെയ്യുക. എല്ലാ ദിവസവും ഒരു ടു ഡു നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരു ടു ഡു സെറ്റ് ചെയ്യുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, നിങ്ങളുടെ സമയം നിങ്ങൾ മനസ്സിലാക്കുക. 2, നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. 3 എന്ന് പറയുന്ന സിലബസ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഇതേപോലൊരു സിസ്റ്റം സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു പോകാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഇതേപോലെയൊരു സ്റ്റഡി പ്ലാൻ്റെ സഹായത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകണം എന്നുണ്ടോ എങ്കിൽ ഇതനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളും A4 സൈസ് പ്രിൻ്റബിൾ നോട്ട്സും ക്ലാസ്സുകളും നോട്ട്സ് ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, ഡെയിലി വീക്ക്ലി ബേസിസിലുള്ള എക്സാമുകളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, ദെൻ കൃത്യമായൊരു മെൻറ്റർ സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ ലോങ് ടൈം ബാച്ച് 2027 ലോങ് ടൈം ബാച്ച് ചൂസ് ചെയ്യാം. ഈ ബാച്ച് LSTD സെക്രട്ടറി, സബ് ഇൻസ്പെക്ടർ ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ അത്രയും വരുന്ന ഏതാണ്ട് 1 വർഷത്തിലധികം വാലിഡിറ്റി വരുന്നൊരു കോഴ്സാണ്. ഈ ഒരു കോഴ്സ് നിലവിൽ 4,999 രൂപയാണ് ഫീസ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് 8281223366 നമ്പറിലേക്ക് വിളിക്കാം കേട്ടോ. 8281223366 നമ്പറിലേക്ക് വിളിക്കാം. ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ഫില്ല് ചെയ്തോ, ഇല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ രീതിയിൽ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പൊക്കോടാം. നമുക്ക് ക്ലാസ്സിൽ കാണാം, മറ്റൊരു സെഷനിൽ പോവാം.